കേന്ദ്ര സർക്കാർ മലയാളികൾക്കും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഓരോ പൗരനും ഒരു ഓണസമ്മാനം മാത്രമല്ല ദീപാവലി സമ്മാനവും നൽകിയിരിക്കുകയാണ് അല്ലേ. അതെന്തായാലും ഒരു ഞെട്ടിപ്പിക്കുന്ന തീരുമാനം കൂടിയാണല്ലോ. തീർച്ചയായിട്ടും GSTയിലെ ഈ സ്ലാബുകൾ നിരക്കുകൾ വലിയ മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് 5, 12, 18, 28% സ്ലാബുകൾ നിശ്ചയിച്ചിരുന്നത്. അതിപ്പോൾ ഈ 12ഉം 28ഉം പരിപൂർണമായിട്ടും അങ്ങ് എടുത്തു കളഞ്ഞു. 5ഉം 18ഉമായിട്ട് പുനഃക്രമീകരിച്ചു. ഈ 12% നികുതി ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം ഏതാണ്ട് ഒരു 90% മേളിലും ഈ 5%ത്തിലേക്ക് താഴ്ന്നു. ഏതാണ്ട് 7% വ്യത്യാസം അവിടെ ഉണ്ട്. അതുപോലെ തന്നെ 28% എന്ന് ഉണ്ടായിരുന്നത് നേരെ 18%ത്തിലേക്ക്, ഒരു 90% ഉൽപ്പന്നങ്ങളും 18%ത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ 10% വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഈ കാറുകൾക്കൊക്കെ 28% നികുതി ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇനി അത് 18% കുറയും എന്നാണ് മനസ്സിലാക്കുക. എന്തായാലും ഈ നിത്യോപയോഗ സാധനങ്ങൾ, ഏറ്റവും വലിയ പ്രസക്തമായ കാര്യം എന്ന് പറയുന്നത് നിത്യോപയോഗ സാധനങ്ങൾ, നമ്മൾ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ വാങ്ങുന്നതും ഉപയോഗിക്കുന്നതും അതാണല്ലോ. ആ നിത്യോപയോഗ സാധനങ്ങൾ നമുക്ക് കൃത്യമായിട്ടും ഈ പറഞ്ഞ പോലെ 12%ത്തിൽ നിന്ന് പലതിൻ്റെയും നികുതി GST കൊടുക്കേണ്ടിയിരുന്നത് 12%, അത് 5%ത്തിലേക്ക് കുറച്ചു എന്നുള്ളത്. ഇത് ഒരു പരിധിവരെ വിലക്കയറ്റത്തിനെ തടഞ്ഞു നിർത്താൻ കഴിയും. തീർച്ചയായിട്ടും വിലക്കയറ്റത്തെ തടഞ്ഞു നിർത്താൻ സഹായിക്കും. അതുപോലെ തന്നെ ഇതിന് നമ്മൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ കഴിഞ്ഞ ബജറ്റിൽ നമ്മുടെ ഈ ഇൻകം ടാക്സ് ഉണ്ടല്ലോ, അതിൻ്റെ പരിധി 5 എന്നുള്ളത് കൂട്ടി 12 ലക്ഷത്തിലേക്ക്, 5 ലക്ഷം 7 ലക്ഷം എന്നൊക്കെ ഉണ്ടായിരുന്ന ആ സ്ലാബിനെ 12 ലക്ഷത്തിലേക്ക് മാറ്റി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നു. ഇതെന്തിനാണ് ചെയ്തത്? വളരെ വിമർശകർ പറയുന്നത് ഡൽഹി ഇലക്ഷൻ മുന്നിൽ കണ്ടെന്നാണ്. ഈ സർക്കാരുകളുടെ എല്ലാം പ്രവർത്തനം തുടർച്ചയാണ്, അല്ലാതെ അത് ഏതെങ്കിലും ഒരു പ്രത്യേക കാലഘട്ടത്തിൽ. ശരിയാണ്, രാഷ്ട്രീയമായ മുതലെടുപ്പിനൊക്കെ എല്ലാ പാർട്ടികളും ശ്രമിക്കും, അത് സ്വാഭാവികമാണ്. പക്ഷെ അങ്ങനെ ഈ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി മാത്രം ചെയ്യുന്നൊരു കാര്യമല്ല. ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഞങ്ങളാണിത് നടപ്പാക്കിയത്, ഞങ്ങളുടെ കാലത്താണിത് ചെയ്തത്, നോക്കൂ ഞങ്ങളെ ഇതിന് ധൈര്യം കാണിച്ചുള്ളൂ, മറ്റവരിത് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് നേട്ടം കൊയ്യുക, അത് അവകാശപ്പെട്ട് അതിൻ്റെ നേട്ടം കൊയ്യാൻ ശ്രമിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. ഇവിടെ വളരെ കൃത്യമാണ്. ഈ ഇൻകം ടാക്സ് പരിധി ഉയർത്തിയതോടുകൂടി ജനങ്ങളുടെ പർച്ചേസിങ് കപ്പാസിറ്റി കൂടി. ആ പർച്ചേസിങ് കപ്പാസിറ്റി കൂടിയപ്പോൾ അത് മാർക്കറ്റിലേക്ക് വലിയ രീതിയിൽ ഫ്ലോ ഉണ്ടാകണം, മണി ഫ്ലോ ഉണ്ടാകണം. അങ്ങനെ മാർക്കറ്റിൽ, അതായത് ആൾക്കാർ സാധനങ്ങൾ കൂടുതലായിട്ട് വാങ്ങാൻ തുടങ്ങണം. ഇപ്പം തന്നെ ഉദാഹരണത്തിന് നമ്മൾ ഒരു ചെറിയ കാര്യം പറയാം. ഒരു മാസം ഒരു 60,000 അല്ലെങ്കിൽ ഒരു 50,000 രൂപ വരുമാനമുള്ള ഒരു കുടുംബം, അവരെ സംബന്ധിച്ച് ഇന്നൊരു 2 വീലർ വാങ്ങുന്നത് ഈ 50,000 രൂപയ്ക്കകത്ത് നിന്നുകൊണ്ട് ഒരു 2 വീലർ വാങ്ങാൻ വലിയ കുഴപ്പമില്ല. ഒരു ലോണിന് ചെന്നാൽ ലോണ് കിട്ടും, 2 വീലർ വാങ്ങാം അല്ലേ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു 70,000 75,000 രൂപ വരുമാനമുള്ള ഒരു കുടുംബമാണെന്നിരിക്കട്ടെ, അവർക്കൊരു ചെറിയ കാറ് വാങ്ങാം, ലോണ് ഇട്ട് കാറ് വാങ്ങാം. അപ്പോൾ ഇങ്ങനെ ഈ നേരത്തെ നമ്മൾ 50,000 രൂപ മാസ വരുമാനം ഉണ്ടായിരുന്ന ഒരാൾ ഒരു വർഷം ഏതാണ്ട് 6 ലക്ഷം രൂപ വരെ അയാൾക്കൊരു വാർഷിക വരുമാനം വരികയാണ്. അതുകൊണ്ട് 5 ലക്ഷത്തിന് മുകളിലേക്ക് അദ്ദേഹം നികുതി കൊടുക്കേണ്ട അവസ്ഥയുണ്ട് ഈ ഇൻകം ടാക്സ്. അത് റോൾ ചെയ്യാൻ വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഹൗസിംഗ് ലോൺ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലോണൊക്കെ ഉണ്ടെങ്കിൽ ആ നികുതിയുടെ ഘടനയ്ക്ക് താഴെ വരും, നികുതി കൊടുക്കേണ്ടി വരില്ല, ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരില്ല. മറിച്ച് അല്ലെങ്കിൽ നോക്കൂ, ഈ 5 ലക്ഷം പരിധി വെച്ചിരുന്നപ്പോൾ അതിന് മുകളിൽ വരുന്ന 6 ലക്ഷം രൂപ ഉള്ള ആൾ, 6 ലക്ഷം വാർഷിക വരുമാനം കിട്ടുന്ന ആൾ നികുതി കൊടുക്കേണ്ടി വരും. ആ സ്ഥലത്ത് അതിനെ മാറ്റി ആ പരിധി കൂട്ടി വെച്ചുകൊണ്ട് ഈ ആളിന് കൂടുതൽ ഇത്തരത്തിലുള്ള സാധനങ്ങൾ വാങ്ങാൻ, വാഹനം, ഗൃഹോപകരണങ്ങൾ, അതുപോലെ തന്നെ മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട പെറോട്ടയ്ക്ക് ഉൾപ്പെടെ അല്ലേ അത് വരുന്നു. ഭക്ഷ്യ സാധനങ്ങളുടെ കാര്യം അതും ഒരു വളരെ പ്രധാനമാണ്. കാരണം ഈ ഭക്ഷ്യവസ്തുക്കളുടെ മാത്രമല്ല, നമ്മുടെ ദൈനംദിന ഉപയോഗത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും
ഈ നികുതി കുറച്ച് ഈ GSTയുടെ സ്ലാബ് മാറിയത് കൊണ്ട് ഈ സാധനങ്ങൾക്കെല്ലാം വില കുറയും, നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം വില കുറയും. ഇവിടെ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം ഈ നമ്മുടെ ഇന്ധന വില, അതും കൂടി ഈ പറഞ്ഞതുപോലെ GSTക്കകത്തുയർത്തിയാൽ വലിയ മാറ്റം രാജ്യത്തുണ്ടാവും. വലിയ കുതിപ്പായിരിക്കും നമ്മൾ പിന്നീട് സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ അത് സംസ്ഥാനങ്ങൾ അനുവദിക്കില്ല. കാരണം അവരുടെ കൂടി ഒരു പ്രധാന വരുമാന മാർഗമാണ് ഈ ഇന്ധനങ്ങൾക്ക് ഏർപ്പെടുത്തുന്ന നികുതിയും സെസ്സും ഒക്കെ. അവർക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ കേരളം തന്നെ അറിയാമല്ലോ, നമ്മൾ ഈ പെട്രോളിനും ഡീസലിനും സെസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ പണം നേരെ കിഫ്ബിയിലേക്കാണ് പോകുന്നത്. എന്നിട്ടത് കിഫ്ബി വഴി സേവന പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുകയാണ് ചെയ്യുന്നത്, അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് എന്നാണ് സർക്കാർ പറയുന്നത്. എന്തായാലും ശരി, ഈ വില കുറവ് നമുക്ക് അനുഭവപ്പെടും എന്നുള്ള കാര്യം തീർച്ചയാണ്. പക്ഷെ അതിൻ്റെ ഒരു ശരിയായ അർത്ഥത്തിൽ അത് നമുക്ക് അനുഭവപ്പെടണമെങ്കിൽ, അതിൻ്റെ ഒരു പൂർണ്ണമായ 100% അതിൻ്റെ ഗുണം നമുക്ക് കിട്ടണമെങ്കിൽ ഈ ഇന്ധനങ്ങളുടെ നികുതിയും കൂടി GSTയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതവിടെ നിൽക്കട്ടെ, അത് കൊണ്ടുവന്നിട്ടില്ല. ഇപ്പോൾ സ്വർണം 28% നികുതിയാണ്. അതിനിപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ സ്ലാബ് മാറുമോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകേണ്ടിയിരിക്കുന്നു. ചില സാധനങ്ങൾ ഇപ്പോഴും ഈ പറഞ്ഞതുപോലെ 18% നികുതിയിലേക്ക് വന്നെത്തി നിൽക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞ 90% ഉൽപ്പന്നങ്ങളേ ഉള്ളൂ. ചില കാര്യങ്ങൾ ഇപ്പോഴും പിടിച്ചു വച്ചിട്ടുണ്ട്. അത് GST കൗൺസിലാണ് ഇനി തീരുമാനിക്കേണ്ടത്. അത് GST കൗൺസിലിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കണം. സംസ്ഥാനങ്ങളും കൂടി ബന്ധപ്പെട്ട് ഉള്ളതാണല്ലോ, സംസ്ഥാന ധനമന്ത്രിമാരും ഒക്കെ GST കൗൺസിലിൽ അംഗങ്ങളാണ്. അപ്പോൾ അവിടെ അവർ ചർച്ച ചെയ്ത് അത് തീരുമാനിക്കും. അതുകൂടെ ആ തീരുമാനം കൂടെ വന്നാൽ വളരെ കൃത്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് 33 ലൈഫ് സേവിങ് മെഡിസിൻസ് വിദേശത്തു നിന്നൊക്കെ ഇറക്കുമതി ചെയ്യുന്ന അതിന് 5% നികുതി ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ട് എടുത്തു കളഞ്ഞു. അതുപോലെ തന്നെ മറ്റു പല സാധനങ്ങളും ഈ ഇൻഷുറൻസിൻ്റെ നികുതി എടുത്തു കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഈ മെഡിക്കൽ ഇൻഷുറൻസിനൊക്കെയുള്ള ഈ നികുതി കുറയുമോ എന്നിങ്ങനെ നോക്കിക്കൊണ്ട്, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ GST കൗൺസിലിലാണ് തീരുമാനം വരേണ്ടത്. അപ്പോൾ അതും കൂടി വന്നു കഴിഞ്ഞാലേ നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു കണക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നമ്മളിത് എങ്ങനെയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തെ ഇത് ഗുണപ്രദമാക്കുന്നത് എന്ന് പറയാൻ സാധിക്കും. പക്ഷെ ഒരു കാര്യം തീർച്ചയാണ്, ആൾക്കാരുടെ പർച്ചേസിങ് കപ്പാസിറ്റി കൂട്ടാൻ, അത് ഇൻകം ടാക്സ് പരിധി കൂട്ടിക്കൊടുത്തപ്പോൾ പർച്ചേസിങ് കപ്പാസിറ്റി കുറെ കൂടെ വിശാലമായി. ആ വിശാലമായതിൽ ഈ നികുതി ഇളവുകൾ കൂടെ വരുമ്പോൾ ആൾക്കാർ സാധനങ്ങൾ കൂടുതലായിട്ട് വാങ്ങാൻ തുടങ്ങും. അത് മാർക്കറ്റിൽ മൊത്തത്തിൽ ഈ പറയുന്നത് പോലെ ഒരു വലിയ ഒരു കൊടുങ്കാറ്റടിക്കുന്നത് പോലത്തെ ഒരു അനുഭവമായിരിക്കും ഉണ്ടാകുന്നത്. വലിയ രീതിയിൽ പണം വിപണിയിലേക്ക് ഒഴുകാൻ തുടങ്ങും. അത് നമുക്ക് ഈ റോളിങ് നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ചും നമുക്കറിയാം. ഇപ്പം നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു വശത്ത് നിക്ഷേപങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ആ നിക്ഷേപങ്ങൾക്കപ്പുറത്ത് ഓഹരി വിപണിയിലടക്കം നമ്മൾ നിക്ഷേപിക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ പണം ഈ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനും അതുപോലെ സംരംഭങ്ങൾ തുടങ്ങാനും ഒക്കെയായിട്ട് നമ്മൾ മാറ്റിവെക്കുന്നുണ്ട്. ഇപ്പോൾ ചെറിയ രീതിയിൽ വരുമാനം കൈവശമുള്ള ആൾക്കാർ ചെറുകിട സംരംഭങ്ങൾ, ചെറിയ സ്മോൾ സ്കെയിൽ എൻ്റർപ്രൈസസ്, അങ്ങനത്തെ സംരംഭങ്ങളിലേക്ക് അവർ പണം മുടക്കാൻ തയ്യാറാവും. അത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും, കൂടുതൽ വികസനം അതുകൊണ്ട് സാധ്യമാകും. ഒരു ചെറിയ ജോലിയുള്ള ഒരാൾ, ഈ പറയുന്നത് പോലെ ഒരു മാസം ഒരു 6-7 ലക്ഷം രൂപ വരുമാനമുള്ള ഒരാൾ, വാർഷിക വരുമാനമുള്ള ഒരാൾ, അയാളുടെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമുള്ളത് പോയിട്ടൊരു ചെറിയ മിച്ചം പിടിക്കും. ആ മിച്ചം പിടിക്കുന്നത് ഈ പറയുന്നത് പോലെ ഇന്നിപ്പോൾ നമ്മളത് വളരെ സുരക്ഷിതമായി. ഇത്തരം പ്രധാനപ്പെട്ട തീരുമാനത്തിലേക്ക് കടക്കാൻ കേന്ദ്ര സർക്കാരിന് എങ്ങനെയാണ് ധൈര്യം ലഭിക്കുന്നത്? നമ്മുടെ സാമ്പത്തിക വളർച്ച അതിവേഗം മുന്നോട്ട് പോകുന്നത് കൊണ്ടാണോ? തീർച്ചയായിട്ടും ഇതൊന്നും ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ഉണ്ടായ കാര്യങ്ങളല്ല. ഇതൊക്കെ പടിപടിയായിട്ട് നമ്മൾ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ വളർന്ന്, ശരിക്കും പറഞ്ഞാൽ 91 ആരംഭിച്ച മാറ്റങ്ങൾ, ആ മാറ്റത്തിൻ്റെ ഫലമായിട്ട് അത് മോദി വന്നപ്പോൾ കുറെ കൂടെ അതിൻ്റെ സ്പീഡ് ആക്സിലറേറ്റ് ചെയ്തു, വേഗം വർദ്ധിപ്പിച്ചു. ആ വർദ്ധിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് പോവുകയാണ്. ഇപ്പോൾ ഭാവിയിൽ പെട്രോള്, ഡീസൽ അടക്കമുള്ളത് GSTയിലേക്ക് വരാതിരിക്കില്ല.
അതിനെ കൊണ്ടുവരാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെ ഇവിടെ കിടന്ന് നിലവിളിക്കും ആൾക്കാർ, അയ്യോ ഫെഡറൽ സംവിധാനം തകർന്നേ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കും, കാര്യമൊന്നുമില്ല. ഇപ്പോൾ നോക്കൂ, 2004 മുതൽ 2014 വരെ കേരളത്തിന് കിട്ടിയ കേന്ദ്ര വിഹിതം, ഈ നികുതി ഇനത്തിലും മറ്റും ഉള്ള റവന്യൂ വരുമാനത്തിലും ഒക്കെ ആയിട്ട് കേന്ദ്രം കേരളത്തിന് നൽകിയത് എത്രയാണ്? അതിൻ്റെ ഏതാണ്ട് ഒരു 50,000 കോടിയാണ് ലഭിച്ചതെങ്കിൽ 2014-24 എന്ന് പറയുന്ന 10 വർഷത്തിനിടയ്ക്ക് ലഭിച്ചത് 1.5 ലക്ഷം കോടിയാണ്. നോക്കൂ എത്ര വ്യത്യാസമുണ്ടെന്ന്. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ചുമ്മാ ഈ എന്താണ് ലോകം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, നമുക്ക് എന്തൊക്കെയാണ് അത്, നമ്മൾ നേടേണ്ടത് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കൃത്യമായ കാഴ്ചപ്പാടില്ലാത്ത ആൾക്കാരാണ് ഇതിനകത്തൊക്കെ കയറി എന്താ പറയുക ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.